എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് തനിനാടൻ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കാരണം നമുക്ക് റംസാൻ അടുത്ത് വരുന്ന അവർക്ക് വിഷു, അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ ആവശ്യം കൂടുതലാണ്. പിന്നെ എല്ലാവരും വീട്ടിൽ തന്നെ നിൽക്കുന്ന സമയമായതുകൊണ്ട് സഹായത്തിനും ഇഷ്ടം പോലെ ആളുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഇത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനു വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചിരകി വെച്ച തേങ്ങയാണിത്. ഒരു 15 തേങ്ങയുണ്ട്. പക്ഷേ അത് ചെറിയ തേങ്ങയാണ്, അധികം വലുപ്പമില്ലാത്ത തേങ്ങയാണ്. അതുകൊണ്ടാണ് കുറച്ച് തോന്നുന്നത്. ഒരു 15 തേങ്ങ എടുത്തിട്ട് അത് ചിരകി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ തേങ്ങ ഫുള്ളും ചിരകി ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം എന്ന് പറഞ്ഞാൽ ഇത് ഒരു പെരങ്ങ എന്ന് പറയൂ. അതുപോലെയാണ് ഒരു മുങ്ങൂല അങ്ങനെ തേങ്ങയുടെ മുകളിലെത്തരുത്. ഇതുപോലെയാണ് ഒഴിച്ച് കൊടുക്കാവൂ. എന്നിട്ട് ഇതാണ് വെള്ളം. തേങ്ങ വേകാനുള്ള വെള്ളമാണ് ഇത്. തേങ്ങയിൽ നിന്നും വെള്ളം ഉറന്നു വരും. അതുകൊണ്ട് ഇത്ര വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാവൂ. തേങ്ങയുടെ മുകളിൽ വെള്ളം നിൽക്കുന്നതിനേലും പക്ഷേ ഒരുപാട് സമയം നമ്മൾ അടുപ്പത്ത് വെച്ച് സമയം പോകും. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം കത്തിച്ച് കൊടുക്കാം. ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഉള്ളിൽ വെള്ളമൊന്നുമില്ല. ഇത് വെള്ളം നല്ലവണ്ണം വെലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്ത് ഇറക്കി വെച്ച് ഇവിടെ വെള്ളം ചൂടാവാൻ വെച്ച് കൊടുക്കാം. നല്ല പതക്കുന്ന വെള്ളമാണ് വേണ്ടത്. ഇത് അധികം തണിയുന്നതിൻ്റെ മുമ്പേ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് അധികം തണിയരുത്. ഒരൊറ്റ ചൂടോടെ തന്നെ പിഴിഞ്ഞെടുക്കണം. അധികം തണിഞ്ഞു പോയാൽ ഇതിൽ നിന്ന് വെളിച്ചെണ്ണ കിട്ടാൻ പണിയാണ്. അതുകൊണ്ട് ഒരൊറ്റ ചൂട് തന്നെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു തോർത്ത് കിട്ടി ഇതിലേക്ക് പാർന്ന് കൊടുക്കാം. ഇതിൽ ഞാൻ വെള്ളമൊന്നും പാർന്നിട്ടില്ല. ആദ്യത്തെ തേങ്ങയിലുള്ള വെള്ളം തന്നെയാണ്. ഇനി നമുക്ക് പതക്കുന്ന വെള്ളം ഈ പിഴിഞ്ഞിട്ട പിണ്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്നും കൂടി പിഴിഞ്ഞെടുക്കാം. ഇത് നല്ലവണ്ണം ഇളക്കി തോർത്ത് കൊണ്ട് നല്ലവണ്ണം നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇത് ഞാൻ തേങ്ങയിലുള്ള വെള്ളം തന്നെയാണ്, വേറെ ഒഴിച്ചിട്ടൊന്നുമില്ല. നല്ലവണ്ണം പിഴിഞ്ഞ് തേങ്ങയിൽ നിന്ന് നല്ലവണ്ണം നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് വെളിച്ചെണ്ണ ഫുള്ളിങ് പോരണം. ഇനി നമുക്ക് രണ്ടാമതും ഇതിലേക്ക് പതക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഇളം ചൂടോടെ തന്നെ കൈ കൊണ്ട് നല്ലവണ്ണം ഞെരടി കൊടുക്കണം. ആദ്യത്തെ ഞെരടുമ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിത് നല്ലവണ്ണം ഞെരടി പിഴിഞ്ഞെടുക്കാം. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഫസ്റ്റിൽ പിഴിയുന്നത് അത് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തേത് കാണിച്ചത്. നല്ലവണ്ണം ഇങ്ങനെ ഞെരടി പിഴിഞ്ഞെടുക്കണം. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് നല്ലവണ്ണം പിഴിഞ്ഞെടുക്കാൻ മടി. ഇനി രണ്ടാമത്തതും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 3 പ്രാവശ്യം പിഴിഞ്ഞതിന് ശേഷം നമുക്ക് തേങ്ങ ഒന്ന് ചവച്ച് നോക്കിയാൽ ഇതിൽ നെയ്യുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ വെള്ളച്ചുവ വരും. അന്നേരം മതിയാക്കിയാൽ മതി. ഞാനിത് 3 പ്രാവശ്യമാണ് പിഴിഞ്ഞെടുത്തത്. ഇനി നമുക്കിത് ഞാൻ ആദ്യം വെച്ച വട്ടയിൽ തന്നെയിലേക്കാണ് ഇത് മാറ്റി കൊടുത്തത്. 2 വട്ടയും എനിക്ക് അടുപ്പത്ത് വെച്ച് കറപ്പിക്കുന്നതിന്. അതുകൊണ്ട് തേങ്ങ വെന്ത വട്ടയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം കത്തിച്ച് കൊടുക്കാം. നല്ലവണ്ണം തീ വെച്ച് ഇത് ഒരുപാട് സമയമായി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട്. അത് അന്നേരം ഒന്നും ഞാൻ കാണിക്കാതെ നിന്നതാണ്. ഇത് 4 മണിക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. അന്നേരം ഇതിപ്പോൾ കുറച്ച് ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ആവാനായിട്ടുണ്ട്. ഇനി ഇളക്കിക്കൊണ്ട് നിൽക്കണം, അടുത്തുനിന്ന് തെറ്റരുത്. ഇപ്പോൾ ഒരു 6:30 മണിയായിട്ടുണ്ട്. ഇതൊരു 7 മണിയാകുമ്പോഴേക്കാണ് റെഡിയായി വരുകയുള്ളൂ. നല്ലവണ്ണം ഇനി അരിയത്തുനിന്ന് തെറ്റാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരി പിടിച്ചു പോകും, നമ്മുടെ വെളിച്ചെണ്ണ കരിഞ്ഞു പോകും. നല്ലവണ്ണം ഇളക്കി അരിയത്ത് തന്നെ നിൽക്കണം. നല്ലോണം തീ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഇളക്കി നമ്മുടെ വെളിച്ചെണ്ണ ഏകദേശം റെഡിയാകാനായിട്ടുണ്ട്.
ഇത് അരിയത്ത് തന്നെ നിന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് ആവാറായി. ഇനി നമുക്ക് ഇറക്കി വെക്കാനായിട്ടുണ്ട്. ഞാൻ ഒരു വള്ളിയുടെ ചപ്പ് ഇട്ട് കൊടുത്തതാണ്. അത് ഇട്ടാൽ അന്നേരം തന്നെ പൊട്ടും, അല്ലെങ്കിൽ ഒന്ന് വെള്ളം കുടഞ്ഞ് നോക്കിയാൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇറക്കി വെക്കാം. നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. അതാണ് ഞാൻ വെച്ച് നോക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ പൊട്ടാത്തത് കൊണ്ടാണ് പിന്നെയും അല്പസമയം വെച്ചത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇറക്കി വെക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കക്കമൊക്കെ ഒരു ഭാഗത്തേക്ക് ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് ഇവിടുന്ന് തണിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് വെളിച്ചെണ്ണ. കക്കവുമുണ്ട് അതിൻ്റെ. പണ്ടൊക്കെ കക്കം അതിൻ്റെ പിണ്ടിയും കൂട്ടി തിന്നുമായിരുന്നു പറയുന്നത് കേട്ടിക്ക്. ഇത് വെളിച്ചെണ്ണ അല്പം മൂത്ത് പോയി. ഞാൻ മാരി നിസ്കരിക്കാൻ പോയതായിരുന്നു. അപ്പോഴേക്കും കുറച്ച് മൂത്ത് പോയത് കൊണ്ടാണ് അതിൻ്റെ കളർ അങ്ങനെ. അതുകൊണ്ടാണ് വെളിച്ചെണ്ണക്ക് ഒരു പെട്രോളിൻ്റെ ഒരു കളർ പോലെ തോന്നുന്നത്. ഇത് അല്പം മൂത്തങ്ങ് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് തേങ്ങ വീട്ടിലുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണും വരെ ബായ്.